തൊഴിലുറപ്പിൽ നിന്നൊക്കെ ടൂറിന് പോയാ സീറ്റ് അവിടെ വെറുതെ കിടക്കത്തേ ഉള്ളൂ, ഞങ്ങൾ അവിടെ ഏറ്റു നിൽക്കത്തേ ഉള്ളൂ. പ്ലസ് ടുവിന് അടിപൊളി ടൂറായിരുന്നു. വാഗമൺ ഒരു ദിവസം വൺ ഡേ ടൂറായിരുന്നു. എന്നാലും അവിടെ പോയി ഞങ്ങൾ ടീച്ചേഴ്സും ഒക്കെ കൂടെ കൂടി മൊട്ടക്കുന്നിലൊക്കെ പോയി അവിടെ അടിച്ച് പൊളിച്ച് ഷൂട്ടൊക്കെ ചെയ്താ പോകുന്നേ, ഡാൻസൊക്കെ കളിച്ച് ഒക്കെ. അങ്ങനെ അടിപൊളി ടൂറായിരുന്നു. അതൊക്കെ ഓർമ്മയിൽ എപ്പോഴും തങ്ങി നിൽക്കുക. അങ്ങനെയൊന്നുമില്ല, ഇവരെവിടെ കൊണ്ടുപോയാലും പോകാൻ ടൂർ എവിടെ പോണേലും അടിപൊളിയായിട്ട് പോകും. ക്യാൻറ്റീനിൽ വന്നിട്ടാണോ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറ്? ഈ ആഴ്ച മുഴുവൻ ക്യാൻറ്റീനിൽ നിന്നാണ് കഴിച്ചത്. ആണോ? വീട്ടിൽ നിന്ന് സാധാരണ ലഞ്ച് ബോക്സ് കൊണ്ടുപോകാറുണ്ടായിരുന്നോ? പ്ലസ് ടുവിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പൊ എന്നാ കറിയൊക്കെ കൊണ്ടുപോകുന്നേ? കറി കൊണ്ടുപോകുന്നത് മീൻ കൊണ്ടുപോകും, ഇറച്ചി കറി വെച്ച് കൊണ്ടുപോകും, മുട്ട പൊരിച്ച് കൊണ്ടുപോകും. ഞാൻ പഠിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് എനിക്ക് മമ്മി മുട്ട പൊരിച്ചതും ഒരു തോരനും മഞ്ഞക്കറിയും. നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിൽ പറയുന്ന പോലെ ഇന്നും മഞ്ഞക്കറി മുട്ടയാന്നല്ലേടാ എന്ന് ചോദിക്കുന്ന പോലെ ആയിരുന്നു എന്റെ കാര്യം. അതുപോലെ തന്നെയാണോ മഞ്ഞക്കറിയൊക്കെ കൊണ്ടുവരാറുണ്ടോ? മഞ്ഞക്കറി എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു തോരൻ കൊണ്ടുപോകും പ്രധാനമായിട്ട്. ചിലപ്പോൾ ഞാൻ ഈ ചമ്മന്തിയൊക്കെ അരച്ച് കൊണ്ടുപോകും. പിന്നെ ഞാൻ പൈനാപ്പിൾ അച്ചാറിടും. പൈനാപ്പിൾ അച്ചാറോ? അതുകൊണ്ടായി കൊടുത്തിട്ട് എല്ലാവർക്കും ഇഷ്ടമായി. സാർമാർക്കൊക്കെ ഞാൻ കുപ്പിക്കകത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. പൈനാപ്പിൾ അച്ചാറിന് നല്ല ഡിമാൻഡ് ഉണ്ട്. അപ്പൊ ക്യാൻറ്റീനിൽ വന്ന് കഴിക്കുമ്പോ ഏറ്റവും ഇഷ്ടമുള്ള എന്നാ ഉച്ചക്ക് കഴിക്കാറ്? പൊതുവെ ചോറും കറിയാ കഴിക്കാറുണ്ട്. ചോറ് എന്തൊക്കെ കറികളാ? കുറെ കറികൾ ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. മോരിന്റെ ഉള്ളത് എനിക്ക് ഇഷ്ടമല്ല. മോരിഷ്ടമല്ല. പിന്നെ ഞാൻ സാമ്പാർ കഴിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉള്ളതൊക്കെ കഴിക്കുള്ളൂ. അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം, കൂട്ടുകാരികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി എന്നാ? ഞാൻ എന്ത് കറി കൊണ്ട് കൊടുത്താലും, ഒരു ചമ്മന്തി അരച്ചു കൊണ്ട് കൊടുത്താലും നല്ലതാണെന്ന് പറയും. എന്റെ കുക്കിംഗ് സ്കില്ലിനെ ചോദ്യം ചെയ്യരുതെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന സാറ് പറഞ്ഞൊരു ഭാഷയുണ്ട്, ഇനി എങ്ങനെ തങ്ങച്ചച്ചിയുടെ പോത്തുകറി കൂട്ടുന്നത്. പോത്തുകറി, പൈനാപ്പിൾ അച്ചാറ്, എന്തൊക്കെ കാണണം. വലിയ കടുകട്ടി ബുക്കുകളൊക്കെ ആണല്ലോ. എന്തുവാ? ഞാൻ മലയാളം നോക്കിയത്, അത് ഇംഗ്ലീഷായി. എങ്ങനത്തെ ബുക്കാ ഇഷ്ടം? പൊതുവെ കഥയുണ്ടേലും മതി, കവിതയുണ്ടേലും മതി. ഇത് കംപ്ലീറ്റ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി കേട്ടോ. നമുക്ക് പറ്റുന്നതല്ലെന്ന് തോന്നുന്നു. ഞാനും മലയാളത്തിന്റെ ആളാ. 10ലും പ്ലസ് 2ലൊക്കെ പഠിക്കുമ്പോൾ ലൈബ്രറിയിലൊക്കെ പോവാറുണ്ടായിരുന്നോ? ഉണ്ട്. അതിന് മുമ്പേ പോകുമായിരുന്നു. ലൈബ്രറിയിൽ പോയി നോവൽ എടുക്കും. നോവൽ എടുക്കുമായിരുന്നോ? ഏത് നോവലുകളാണ് വായിച്ചുകൊണ്ടിരുന്നത്? പ്രണയ നോവലുകൾ? അന്നൊക്കെ പൈങ്കിളി നോവല്. അന്നൊക്കെ പൈങ്കിളി നോവലായിരുന്നു. മുട്ടത്ത് വർക്കിയുടെ, കാരണത്തിന്റെ ഒക്കെ നോവലായിരുന്നു വായിച്ചോണ്ടിരുന്നത്. അത് ചോദിക്കട്ടെ, പൈങ്കിളി നോവലൊക്കെ വായിക്കാൻ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളാകുമ്പോ ചെറുതായിട്ടൊരു പ്രേമമൊക്കെ